നമ്മളെല്ലാം കുട്ടിക്കാലം ഇവരെല്ലാം പോയിട്ട് നമ്മൾ പൂപ്പറിച്ച് കൊണ്ടുവരുക. അതെ അതന്നെയല്ലേ. ഇപ്പം ആരെങ്കിലും പൂപ്പറിക്കാൻ പിള്ളേരുണ്ടാ? പിള്ളേരുണ്ട. രാവിലെ ചായയും കുടിച്ച് പോയാലാന്ന് വൈകിട്ട് 3 മണിക്ക് വരിക. 4 കൊട്ട പോകും. അരിപ്പൂ പരിക്കണം, പാറപ്പൂ പരിക്കണം, തൊട്ടിപ്പൂ പരിക്കണം, പിന്നെ കാക്കാപ്പൂ പരിക്കണം, കല്ലേരി പരിക്കണം, എന്തെല്ലാം വേണോ. പൂക്കൾ മത്സരത്തിൽ കൂടുകയും ചെയ്യും. പാട്ട് പാടാം. മുട്ടക്ക് വരെ പോയിട്ടുണ്ട് പറ്റേ. ഞാൻ പോന്നാറമ്പല് 10 ദിവസം കൂടുമ്പോ കാലും കയ്യൊന്നും ഉണ്ടാവില്ല. വീണിട്ടും പൊട്ടിയിട്ടും മുള്ളു അരച്ചിട്ടും ഇന്നുള്ള പിള്ളേർക്ക് ഉള്ളേ. അതിന്റെ പറയാനും കഴിയില്ല. പരീക്ഷയാണ്. മഴ ഒരു ഭാഗത്ത് വെച്ച് പണ്ടെല്ലാം മഴയുണ്ടാ. പഠിക്കാൻ പോകാൻ സമയമുണ്ട് അവർക്ക്. അന്ന് സ്കൂളിൽ പോയി ഇല്ലെങ്കിൽ പൂ പറിക്കാനങ്ങ് പോയി ഇന്ന് നേരം പോയി സ്കൂളിൽ പോകണ്ടാന്ന്. ഇന്നിപ്പോ അങ്ങനെ മതിയാ? അങ്ങനെയല്ല. ഇന്നും ഒരു ബുദ്ധിമുട്ട് വിഷമവും ഇല്ല ഇന്നത്തെ മക്കൾക്ക്. പൂ പൈസ കൊടുത്ത് വാങ്ങിയില്ലേ? ഇന്ന് എന്ത് പൂവാന്ന് എല്ലാ പൈസ റെഡിമെയ്ഡ് ആയിട്ട് പൂവ് വന്നില്ലേ. അത്തം 10ഓളം ദിവസം വരും. 10 ദിവസം പൂ വാങ്ങിക്കോണം. അന്ന് പൂക്കള മത്സരത്തിന് കൂടിയിട്ടാണെങ്കിൽ വെറും പൂ മാത്രമേ കാണിക്കാറ്. മാർക്ക് കിട്ടുമല്ലോ. അതെ, 10-30 വരി ഉണ്ടാവും. വരി വേണം. നമ്മൾ വട്ടത്തിലിട്ടിട്ട് അവര് വന്ന് നോക്കിയിട്ട് എന്നിട്ട് പിന്നെ ആർക്കാണ് മത്സരം. അതിനിടയ്ക്ക് സ്കൂളിൽ പിന്നെ ഉത്തരാടായിട്ട് പാട്ട് പാടാൻ പോകണം. അതെല്ലാം പോണ്ടേ? പോണം. ഇന്നുണ്ടായെങ്കിലും പോന്ന്. നമുക്ക് ഓണം വരുമ്പോൾ ഒരു സന്തോഷമാണ്. പാട്ട് പാടണം, പൂക്കൾ മത്സരത്തിൽ പൂവിടണം, പൂപ്പരിക്കാൻ പോകണം. ഇന്ന് പണ്ടത്തെ സന്തോഷം ഉണ്ടാ? ഇപ്പൊ പൈസ കൊടുത്ത് പടന്നോ ഇട്ട് ഒരു പൂ പറിക്കാൻ പോലില്ല. സന്തോഷവും ഇല്ല. അങ്ങനെ ഒരു ഓണാന്നുള്ള ഒരു ഇതും ഇല്ല ഇപ്പൊ. ഞാൻ രാവിലെ എഴുതിട്ട് അടുക്കളയിലെ പണി കഴിക്കുമ്പോഴത്തേക്ക് ചന്ദ്രാട്ടനാണ് പൂ പറിച്ച് കൊണ്ടുവന്നിട്ട് ചന്ദ്രാട്ടൻ പരിക്കുന്ന ഞാൻ കാണലുണ്ട് രാവിലെ. അതുകൊണ്ട് എനിക്ക് നിൽക്കണ്ടല്ല. ഇല്ല, അതുകൊണ്ട് ഞാൻ കുട്ടികൾ രാവിലെ എണീറ്റ് സ്കൂൾ പോകേണ്ട തിരക്കായി. നമ്മൾ എവിടെയെങ്കിലും പരതി പിടിച്ച് പൂകൊണ്ടിരുന്നു. നമ്മളെ പണി 2 പറിച്ചിട്ടു. അല്ല, ഞാൻ ആമ്പിള്ളറൊന്നുമില്ല. അപ്പൊ പോയിട്ട് പറിച്ചിട്ട് വരട്ട്. പിന്നെ അവരുടെ പെൺപിള്ളേർക്ക് പരീക്ഷ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ചെയ്യാനാണ് രാവിലെ. അതുകൊണ്ട് അതിന്റെ ആ നോട്ടം ഇല്ല എനിക്ക്. പൂ പറിച്ചിട്ട് വിറ്റടിച്ച് വരണോ അല്ല പൂവെല്ലാം റെഡി ആയിട്ട് അടിയിട്ടു. അത് കൊണ്ടായി അടിയത്. അത് ആ കുട്ടിക്കാരെല്ലാം ഓർക്കുമ്പോ അല്ലേ. പിന്നെ അന്നത്തെ എന്താ. പക്ഷെ അന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ ആ സദ്യ വിചാരിച്ചിട്ടാണ്. പിന്നിപ്പോ കുട്ടിയൊക്കെ അങ്ങനെ നമുക്ക് തിന്നാൻ അത്ര വിഷമമില്ല. അധ്വാനിക്കുന്നു കൊണ്ടിരുന്ന്. അന്നിപ്പോ കിട്ടിയെന്ന് കിട്ടിയില്ലെങ്കിൽ ഒരു ഓണങ്ങം വന്നിട്ട് സദ്യ ഉണ്ടാകുന്നുള്ള വെറിയല്ലേ. ഇന്ന് അങ്ങനെയല്ലല്ലോ. അല്ല, 10 തരം കറി ഉണ്ടാവും. ഓണത്തിന് റേഷൻ പീടിയിലെ കോറേനെ താങ്കൾ തുണി കൊണ്ടല്ലോ വാവാടിയും ബസ് വയ്ക്കുക. അതിന് കാത്തിക്കും. അരി വാങ്ങാൻ പോയിട്ട് വരണ്ടേ കോർത്തുണിയാണേ. ഞാനല്ല ഇങ്ങനെ നിൽക്കുക. ചില ഏട്ടൻ വരും. ഓണം വിഷുവിനാണ് വരുക. ഈ പൂവും പറിക്കും, കണ്ണ് തേച്ചും റോഡിന് നോക്കും. വരുന്നുണ്ടാ. പക്ഷെ എന്നാ ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട്. അല്ലാതെ എന്നാന്ന് ഉണ്ടാവുക ചെറിയൊരു ഇതാ ഉണ്ടാവുക. എന്നാലും നമുക്കതൊരു ആ ഒരു സന്തോഷം എന്താ പറയണ്ടേ. അന്നേരം ഓമനിച്ച് ഒന്നിനൊന്നും മാറ്റാനുണ്ടാ ഇല്ല. ഒരു പാവാടിയും ബ്ലൗസും സ്കൂളിൽ പോകുമ്പോൾ എടുക്കാനുണ്ടാവുക. വീട്ടിൽ വന്ന ഒരു പെറ്റിക്കോട്ടാണ്. ആ പെറ്റിക്കോട്ട് ആക്കിയിട്ട് വേണം പിറ്റേന്നില്ലേ. ആ ഒരു വിഷമെല്ലാം ആരോഗ്യം ഇന്ന് നമുക്ക് കൊടുക്കാനില്ല. സമയമില്ലായിട്ട് അന്ന് കീറി നിർത്താലും കുഴപ്പമില്ല. ഇന്നിപ്പോ ഒരു കീറി നിർത്തിട്ട് നമുക്ക് നോക്കപ്പാ കുട്ടി പോകുന്നത്. അന്നാണ് അങ്ങനെ ഈ വരും. മോശം തുണി എടുത്തിട്ടാണ് മുന്നിൽ അടക്കൊണ്ടപ്പോൾ അത് കൊടുത്തിട്ട് വരും നമ്മൾ. അതിൻ്റെ തിരക്കായിട്ട് പൈസ തേച്ച് അടക്കൊണ്ട് പോയി കളഞ്ഞിട്ട് എങ്ങനെയെങ്കിലും എന്താ പറയുക. എത്ര ഇതിൻ്റെ പൈസ ഇല്ലാതെ അന്ന് പോയിട്ട് മേടിക്കും ഇഷ്ടം പോലെ. എത്ര പൈസ ഒന്നും അന്നേരം നോക്കൂല. അതിനുള്ള പൈസ ദേശം തുണി വാങ്ങിയിട്ട് പോയി. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ എവിടെയാന്ന് പൈസയും ഇല്ല. കൈമില് അധ്വാനിച്ചിട്ട് കിട്ടിയില്ലെങ്കിലേ ഉള്ളൂ. അന്നിപ്പോ ഒരു തുണി മേടിച്ചാൽ നമ്മൾ 6 മാസം 7 മാസം ഒരു കൊല്ലം എത്തിക്കൂലേ. വലിച്ചു വെച്ചിട്ട് ആ തല്ലുവയില്ല കല്ലുമെന്ന് കീറിപ്പോ വെച്ചിട്ട്. അങ്ങനെയല്ലേ അന്നത്തെ കാലം. അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ചാ നമ്മളെല്ലാം. ഇന്നെല്ലാം നാളിപ്പോ ഓണത്തിനെല്ലാം റെഡിമെയ്ഡ് പോലെ എന്തെങ്കിലും ഒരു ഫോൺ നമ്പറിൽ വിളിച്ചാൽ ബിരിയാണി എത്തി, ചോറ് എത്തി. ഫോണിലിട്ടിട്ടാ നിങ്ങൾക്ക് എന്നാ വേണ്ടെന്ന് വെച്ചാൽ 450 കൊടുത്തു പോലും. പിന്നെന്താ നാടൻ സദ്യ വേറെ ഏതാ വേണ്ടെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോഴെല്ലാം നമ്മുടെ വീട്ടിൽ ഒരു കഷ്ടപ്പാടില്ല. ഇന്ന് പൈസ ഉള്ളവര് ദേശം അത് തന്നെയാണ് വളരെ കഷ്ടപ്പെടുന്നത്. എല്ലാം ഓർഡർ ആയിട്ട് ഇവിടെ എത്തി. എവിടെയെങ്കിലും ടൂറ് പോയി വരുമ്പോഴത്തേക്ക് സദ്യയിൽ എത്തി തിന്നും കടന്നു. നല്ല ആ വെച്ച് ഓരോരാൾ ഓരോരോ കറി വെച്ച് മുറിച്ചിട്ടു. അതുകൊണ്ട് ഇതാക്കിയിട്ട് അന്നത്തെ കാലല്ല ഇല്ല.